ലോകകപ്പിന്റെ ക്വാർട്ടർ കാണാതെ ബ്രസീൽ പുറത്ത്. എർലിംഗ് ഹാലൻഡിന്റെ നോർവേയോട് തോറ്റത് 1-നെതിരെ 2 ഗോളുകൾക്ക്. 7 ഗോളുകളുമായി ഹാലൻഡ് മെസ്സിക്കും എംബാപ്പയ്ക്കുമൊപ്പം ക്വാർട്ടർ കാണാതെ ബ്രസീൽ പുറത്താകുന്നത് 1990 ശേഷം ഇതാദ്യം. വിരമിക്കൽ പ്രഖ്യാപിച്ച് സുപ്രധാനം നെയ്മർ. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ഇഷ്ടക്കാർക്ക് നിയമനം വിവാദത്തിൽ കൃഷിമന്ത്രി ടി സിദ്ദിഖും ശുപാർശ. ഭാര്യയുടെ ബിസിനസ് പങ്കാളി പ്രണവ് ഹരിയെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കാൻ വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ കടുത്ത പ്രതിഷേധത്തിൽ. മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി പ്രളയം. നാടിനെ ഞെട്ടിച്ച നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുടെ വിധി ഇന്ന്. പാലക്കാട് 4ാം ജില്ലാ കോടതി വിധി പറയും. ബോയൻ കോളനി സ്വദേശി സുധാകരനും അമ്മ ലക്ഷ്മിയും കൊല്ലപ്പെട്ടത് 2025 ജനുവരി 27. ഇന്നത്തെ വിധി വരുന്നത് ഭാര്യയെ കൊന്ന കേസിൽ ചെന്താമര ഇരട്ട ജീവപര്യന്തം അനുഭവിക്കുന്നതിനിടയിൽ. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേട് ആരോപണം ശക്തമാകുന്നതിനിടെ PSCയുടെ യോഗം ഇന്ന്. നടപടിക്ക് നീക്കങ്ങളുമായി സർക്കാർ. ആഭ്യന്തര അന്വേഷണം വിജിലൻസ് SP-ക്ക് പകരം പരീക്ഷാ കൺട്രോളറെ ഏൽപ്പിച്ചതിലും വിവാദം. PSC ആസ്ഥാനത്ത് മുന്നിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ഉപനേതാവിനെ തീരുമാനിക്കാനാവാത്ത പ്രതിസന്ധിക്കിടെ LDF യോഗം ചേരാൻ തിരക്കിട്ട നീക്കം. സമാധാനത്തിൽ പോകുന്നതിനിടെ CPIയെ പ്രകോപിപ്പിച്ച് പിണറായി വിജയന്റെ പ്രസ്താവന. പരസ്യമായ അതൃപ്തി പ്രഖ്യാപിച്ച CPI നേതൃത്വം ഈ ആഴ്ച തന്നെ യോഗം ചേർന്നേക്കും. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി. സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 9-ാം തീയതി വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ തുടരും. സംഭാവന തട്ടിപ്പ് വിവാദത്തിനിടെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് യോഗം ഇന്ന്. ചമ്പത്രായുടെയും അനിൽ മിശ്രയുടെയും രാജ്യമടക്കം ചർച്ചയ്ക്ക്. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള 4 പ്രതികളെ പോലീസ് ജയിലിൽ ചോദ്യം ചെയ്യും. പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സന്ദർശിക്കുന്നത് ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് രാജ്യങ്ങൾ. ലക്ഷ്യം ആക്ട് ഈസ്റ്റ് നയത്തിലൂടെ പൗരസ്ത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കാൻ. ഇറാനുമായുള്ള സുരക്ഷാ കരാർ ചർച്ച ചെയ്യാൻ നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച ഉടൻ. അയത്തുള്ള ഖമനേയിയുടെ സംസ്കാരത്തിന് പിൻഗാമി മുജ്തബ എത്തിയില്ല. മുജ്തബ മാറുന്നത് വകവരുത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇറാനിയൻ നേതാക്കളെ ഇല്ലാതാക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയിൽ ശക്തമായ പ്രതിഷേധം. വിലാപയാത്ര ഇന്നും.